ചന്ദൻപൂർ ഗ്രാമത്തിൽ മഹേഷ് എന്നൊരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. മഹേഷ് പച്ചക്കറി വിറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പൈസ സമ്പാദിച്ചിരുന്നത്. പക്ഷെ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ തീർച്ചയായും സഹായിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും അന്നന്ന് ആവശ്യമായ പൈസ മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. ഒരു ദിവസം മഹേഷ് അവന്റെ ഭാര്യ മാലതി പിന്നെ മകൻ ദീപകിനൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു. അമ്മേ, ഇത്തവണയും എന്റെ പിറന്നാൾ അമ്പലത്തിൽ വെച്ചാണോ ആഘോഷിക്കുന്നത്? ഇല്ല മോനെ, ഇത്തവണ അമ്പലത്തിൽ പൂജ ചെയ്തിട്ട് നിന്റെ പിറന്നനാൾ വീട്ടിൽ വെച്ച് വളരെ അത്ഭുതമായി ആഘോഷിക്കാൻ പോകുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ പ്രത്യേകം പണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് കേട്ട് മാലതി ദീപു രണ്ടുപേരും സന്തോഷിച്ചു. അപ്പ അവർ കണ്ടു അവരുടെ വീടിനുള്ളിലേക്ക് അതേ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ടവൻ വരുന്നത്. അയ്യോ രാംലാൽ, എന്തു പറ്റി? കണ്ടിട്ട് വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്തു പറയാനാ മഹേഷ് ചേട്ടാ, എന്റെ മകന്റെ അവസ്ഥ വളരെ മോശമാകുന്നു. ഇപ്പോൾ അവനെ സിറ്റിയിലുള്ള ഡോക്ടറിനെ കാണിക്കണം. എന്നാൽ എന്റെ കയ്യിൽ അത്രയും പണമില്ല. ഞാൻ എങ്ങനെ പോകും? 2 ദിവസമായി മുതലാളിയോട് പൈസ ചോദിക്കുന്നു. അയാൾ ഇനി അത് തരാൻ പോകുന്നില്ല. അത് കേട്ടതും മഹേഷിന് സങ്കടം തോന്നി. അത് കഴിഞ്ഞെഴുന്നേറ്റ് അവന്റെ അലമാരയിലെ പൈസ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നോക്ക്, എന്റെ കയ്യിൽ ഇത്രയും പണമേ ഉള്ളൂ. ഇത് നിന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പൈസ കണ്ടത് രാംലാൽ ഒരുപാട് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് മഹേഷിന് നന്ദി പറഞ്ഞ് അവൻ അവിടുന്ന് പുറപ്പെട്ടു. ഇവിടെ നോക്കുമോനി ദീപു, ഇത്തവണ നിന്റെ പിറന്നാൾ അമ്പലത്തിലാണ് ആഘോഷിക്കുന്നത്. ഇപ്പൊ നിന്റെ അച്ഛൻ വീട്ടിലെ കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. ഒരു ദിവസം ഈ വീട്ടിൽ ഭക്ഷണം തന്നെ ഇല്ലാതാകും. അടുത്ത ദിവസം മഹേഷ് അവന്റെ പച്ചക്കറി വണ്ടി തള്ളിക്കൊണ്ട് നദിയരികിലൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പോ നദിയരികിലൂടെ ഒരു അരയന്ന പക്ഷി പോകുന്നത് കണ്ടു. അവൻ അവിടെ തന്നെ നിന്ന് ചിരിച്ചു രസിച്ചുകൊണ്ടിരുന്നു. അപ്പോ പെട്ടെന്ന് എവിടുന്നോ ഒരു വല വന്ന് ആ അരയന്നത്തിന്റെ മേൽ വീണു. അരയന്നം പേടിച്ചു പോയി. അപ്പോ മഹേഷ് അതിനെ രക്ഷിക്കാനായി അടുത്തു വന്നു. അപ്പോ അവിടെ ഒരാൾ വന്ന് പറഞ്ഞു, എടാ വിഡ്ഢി, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അതിനെ പിടികൂടിയത്. നീ അതിനെ രക്ഷിക്കുന്നോ? ഇത് എന്റേതാണ്. അങ്ങനെയൊന്നും പറയരുത്. ഞാൻ രാവിലെ മുതൽ സമ്പാദിച്ചതെല്ലാം നിങ്ങൾക്ക് തരാം. പാവം, ഇതിനെ അങ്ങ് വിട്ടേക്കൂ. നിന്റെ പണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതിനെ വിറ്റാൽ അതിനേക്കാൾ കൂടുതൽ പണം കിട്ടും. പൊയ്ക്കോ ഇവിടുന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അരയന്നത്തിനടുത്ത് വന്നതും അരയന്നത്തിന്റെ മേൽ വീണ ആ വല നേരെ ചെന്ന് അയാളുടെ മേൽ വീണു. ആ വലയിൽ നിന്ന് കറണ്ട് ഷോക്കടിക്കാൻ തുടങ്ങി. അതിൽപ്പെട്ട് അവൻ വിഷമിക്കാൻ തുടങ്ങി. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. അയ്യോ. അവന്റെ മുടിയെല്ലാം ചൂലുപോലായി, കണ്ണിന് ചുറ്റും കറുപ്പായി. അത് കഴിഞ്ഞ് അവൻ രക്ഷിക്കെന്ന് പറഞ്ഞുകൊണ്ട് വലയോട് തന്നെ ഓടിപ്പോയി. മഹേഷ് ഇതെല്ലാം കണ്ട് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അയ്യോ, ഇതെങ്ങനെ സാധ്യമാകും? അങ്ങനെ പറഞ്ഞു മഹേഷ് ആ അരയന്നത്തിനടുത്ത് വന്നു. അപ്പൊ ആ അരയന്നം സംസാരിച്ചു. മഹേഷ്, നീ എന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ദിവസം മുഴുവനും സമ്പാദിച്ച പണം കൊടുക്കാൻ തയ്യാറായി. എല്ലാവരോടും നീ ഇങ്ങനെ തന്നെ കരുണ കാണിക്കുമോ? അയ്യോ അയ്യോ, നീ സംസാരിക്കുന്നു. അതെ മഹേഷ്, എനിക്ക് സംസാരിക്കാൻ കഴിയും. ഞാൻ ആരെങ്കിലും ആപത്തിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കാതെ എനിക്ക് മുൻപോട്ട് പോകാനേ പറ്റില്ല. ആരും മറ്റുള്ളവരുടെ നന്മ പ്രതീക്ഷിക്കുമോ അവർക്ക് മോശപ്പെട്ട ഒരു കാര്യവും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അരയന്ന പക്ഷി വീണ്ടും നദിക്കുള്ളിലേക്ക് പോയി. അപ്പോ മഹേഷ് കണ്ടു എവിടെയാണോ അരയന്ന പക്ഷി ഇരുന്നത് അവിടെ ഇപ്പോൾ ഒരു സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. മഹേഷ് ഒരുപാട് സന്തോഷത്തോടെ ആ സ്വർണ്ണ നാണയം എടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് അവന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നത് മാലതിയോടും ദീപുവിനോടും നടന്നതെല്ലാം പറഞ്ഞു. അത് കേട്ടവർ സന്തോഷിച്ചു. മാലതി ആ സ്വർണ്ണ നാണയം കൊണ്ടുപോയി അവളുടെ അലമാരയിൽ വെച്ചു. അടുത്ത ദിവസം മഹേഷ് ആ സ്വർണ്ണ നാണയം വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പൈസയിൽ ആ നാടിന്റെ തലവനെ വിളിച്ച് നാട്ടിലെ എല്ലാ റോഡുകളും ശരിയാക്കാൻ പറഞ്ഞു. അത് കണ്ടതും മാലതിക്ക് ഒരുപാട് ദേഷ്യം വന്നു. പക്ഷെ അവൾ അവനോട് ഒന്നും പറഞ്ഞില്ല. മഹേഷ് എപ്പോഴും പോലെ അവന്റെ പച്ചക്കറി വണ്ടി ഉന്തിക്കൊണ്ട് അവിടുന്ന് വ്യാപാരത്തിന് പോയി. വൈകുന്നേരം വ്യാപാരം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും നദിക്കരയിൽ അവൻ ആ അരയന്ന പക്ഷിയെ കണ്ടു. അയ്യോ മഹേഷ്, സ്വർണ്ണ നാണയം കിട്ടിയിട്ടും നീ പച്ചക്കറികൾ വിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്ന ആ സ്വർണം ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിലെ റോഡ് ശരിയാക്കുന്നവർക്ക് റോഡ് ശരിയാക്കാൻ വേണ്ടി കൊടുത്തു. ഇത് കേട്ടതും അരയന്നം പറഞ്ഞു,
നീ സത്യത്തിൽ സത്യസന്ധനായ ഒരു നല്ല വ്യക്തിയാണ്. നിന്നിൽ അത്യാഗ്രഹം കുറച്ചു പോലുമില്ല. അങ്ങനെ പറഞ്ഞ് ആരയന്നം വീണ്ടും നദിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇത്തവണയും മഹേഷിന് അവിടെ വേറൊരു സ്വർണ്ണ നാണയം കിട്ടി. അവൻ വീണ്ടും ആ സ്വർണ്ണ നാണയം എടുത്തിട്ട് അവിടുന്ന് വീട്ടിൽ പോയി മാലതിയോടും ദീപുവിനോടും നടന്നതെല്ലാം പറഞ്ഞു. അന്നു മുതൽ ദിവസവും ആരയന്നം അവനൊരു സ്വർണ്ണ നാണയം കൊടുത്തു. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ അവന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറി. പക്ഷെ ഇപ്പോഴും അവൻ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചായി ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നാടിന്റെ തലവൻ ചെയ്യേണ്ട പണികളെല്ലാം മഹേഷാണ് ചെയ്യുന്നതെന്ന്. ഇക്കാര്യം നാടിന്റെ തലവനോടും ഒരാൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരാളെ വിളിച്ച് എപ്പോഴും മഹേഷിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ടെന്നാൽ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഇത്രയധികം പൈസ എവിടുന്ന് വന്നു എന്നറിയാൻ. അയാൾ വൈകുന്നേരം മഹേഷിന്റെ പുറകെ തന്നെ വന്നു. അപ്പോഴാണ് അവൻ കണ്ടത് ഒരു അരയന്നം അവനോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞൊരു സ്വർണ്ണ നാണയം അവന് കൊടുത്തിട്ട് പോയി. ഈ കാര്യം അവൻ നാട്ടിലെ തലവനോട് പറഞ്ഞു. അടുത്ത ദിവസം മഹേഷ് ആ നദിക്കരയുടെ അടുത്തേക്ക് പോയതും നാടിന്റെ തലവനും അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. തലവനെ, താങ്കൾ ഇവിടെ എന്തു ചെയ്യുന്നു? എനിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാം അറിയാം. ഇനി ഇന്നു മുതൽ ഈ അരയന്നം എന്റേതാണ്. അങ്ങനെ പറഞ്ഞ തലവൻ അരയന്ന പക്ഷിയുടെ അടുത്ത് വന്നതും അതിന്റെ വായിൽ നിന്ന് കറണ്ട് വരാൻ തുടങ്ങി. ഉടനെ നാടിന്റെ തലവന് ഷോക്കടിക്കാനും തുടങ്ങി. നീ അത്യാഗ്രഹിയായ മനുഷ്യനാണ്. നിന്റെ അടുത്ത് ഞാൻ വരികയേയില്ല. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും ഓടിപ്പോയിക്കോ. ഇല്ലെങ്കിൽ അടിക്കുന്ന കരണ്ടിൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടമാകും. ഇത് കേട്ടതും നാടിന്റെ തലവൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു. അയ്യോ, നിൽക്ക്, ഞാൻ വരില്ല, ഇനി വരികയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തലവൻ പ്രാന്തനെ പോലെ അവിടുന്ന് ഓടാൻ തുടങ്ങി. മഹേഷ് നാടിന്റെ തലവൻ അങ്ങനെ ഓടുന്നത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട അരയന്നമേ, നീ എനിക്ക് ഒരുപാട് തന്നു. അതുപയോഗിച്ച് ഞാൻ എന്റെ ജീവിതം മുഴുവനും സന്തോഷിക്കും. എനിക്ക് സ്വർണം തരാൻ വേണ്ടി നീ നിന്റെ ജീവൻ പണയം വെക്കണ്ട. എനിക്കറിയാം, ഞാൻ തന്ന ആ സ്വർണ്ണ നാണയം കൊണ്ട് ഇപ്പോഴും നീ ജനങ്ങളെ സഹായിക്കുന്നു. എന്റെ ജീവനോർത്ത് നീ വിഷമിക്കണ്ട. ഇനി ആരെങ്കിലും നിന്നെ ദ്രോഹിക്കാൻ ചിന്തിച്ചാൽ അവരുടെയൊക്കെ അവസ്ഥ ഗ്രാമത്തലവന്റേതും വേട്ടക്കാരന്റേതുമാകും. നീ ദിവസവും വന്ന് ഇതുപോലെ സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ടു പോകൂ. വളരെ നന്ദി അരയന്നമേ. അത് കഴിഞ്ഞ അരയന്ന പക്ഷി അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് മഹേഷ് എപ്പോഴും പോലെ ആരയനം തന്ന സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുവന്നു. ഒരു വർഷമാകുമ്പോഴേക്കും മഹേഷ് ആ ഗ്രാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നോ ആ ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷിച്ച് അവനെ നാടിന്റെ തലവൻ തന്നെ ആക്കി. ഇപ്പൊ അവൻ ആ ഗ്രാമത്തിലെ വലിയ പണക്കാരനും ഗ്രാമത്തിന്റെ തലവനുമായിരുന്നു. മാലതി അത് കണ്ട് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു, ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആർക്കൊരു സഹായം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒന്നും ഉണ്ടാകില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. അതുകൊണ്ടാണ് പറയുക, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവന് ഒരിക്കലും ഒരു കഷ്ടവും വരില്ലെന്ന്.